ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻ ഭഗവത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എല്ലാവർക്കും അറിയുന്നത് പോലെ RSSന്റെ സർവസംഘചാലക് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നാഗപ്പൂരിലെ ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നാഗപ്പൂർ തന്നെയാണ് RSSന്റെ കേന്ദ്ര കാര്യാലയം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അനാവശ്യമായിട്ടുള്ള മതവിദ്വേഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും സഹകരണത്തോടെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര അർത്ഥവത്തമായ വാക്കാണ് അദ്ദേഹത്തിൻ്റെ. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘടനം, അതുപോലെ തന്നെ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരുടെ നേർക്കുണ്ടായ അറസ്റ്റും മറ്റു കാര്യങ്ങളും, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാധാനവും സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന മുസ്ലിങ്ങളുടെ നേർക്കുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികളുടെ നേർക്കുള്ള അനാവശ്യമായുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സൗഹാർദ്ദത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രസംഗത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഓരോരുത്തരും ജീവിക്കുന്നത് അവരവരുടെ സാധ്യത്തിന് വേണ്ടി മാത്രം ആകരുത്, മറ്റുള്ളവർക്ക് കൂടി സേവനം ചെയ്യണം എന്ന മനോഭാവത്തോടു കൂടി ജീവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, ജീവിക്കാൻ ആവശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ സാമൂഹ്യ സേവനത്തിൻ്റെ, പാവപ്പെട്ടവരെ സഹായിക്കുക, പണമല്ലെങ്കിലും സേവന മനോഭാവത്തോടുകൂടി ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല തിന്മകളും മാറ്റം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചാണ്. വിദ്യാഭ്യാസം ഇന്ന് എല്ലാവർക്കും ഒരു വാണിജ്യപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. വാണിജ്യ താല്പര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രയോ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇഷ്ടം കണക്കിന് ആയിരക്കണക്കിന് വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ബിസിനസിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായി തീർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ എല്ലായിടത്തും കാണാം. ഇപ്പോൾ കോച്ചിങ് സെന്ററുകൾ, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, സ്റ്റഡി സെന്ററുകൾ, അതങ്ങനെ ഒരു ബിസിനസ്സായി തീർന്നിരിക്കുന്നു. വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കാനും നമ്മുടെ സംസ്കാരത്തെ അറിയാനും നമ്മുടെ ഗുരുജനങ്ങളെ അറിയാനും
അതുപോലെ തന്നെ മാതാപിതാക്കളെ അറിയാനും അവരുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും പരസ്പര സ്നേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വാണിജ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ എത്രയോ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടത്തിനതീതമായി നമ്മുടെ രാജ്യസ്നേഹം, മാതൃസ്നേഹം, അതുപോലെ തന്നെ ഗുരുസ്നേഹം, പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഉള്ളതാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നതിന് പകരം ബിസിനസ് താല്പര്യങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് രാജ്യത്തിന് വളരെ ആപത്താണ് എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ കാണാം, വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനത്തിലേർപ്പെടുന്നു. +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി ആക്രമണം അഴിച്ചുവിടുന്നു. ഇതൊക്കെ ഈ പഠനത്തിൻ്റെ വൈകൃതങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതൊക്കെ തന്നെ മനുഷ്യനെ ഈ വാണിജ്യ താല്പര്യത്തിൻ്റെ അനന്തരഫലമാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്ന സമ്പ്രദായത്തിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുക, ക്രിസ്ത്യാനികളുടെ നേർക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ജീവിക്കുക. എല്ലാവരും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനെ അറിയുന്നതിനും മനുഷ്യനെ സ്നേഹിക്കുന്നതിനും രാജ്യസ്നേഹത്തിനും വേണ്ടി മാറ്റിയെടുക്കുക എന്നുള്ളതാകണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതി തന്നെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ സമൂഹം നന്മയിലേക്ക് വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.